യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരായ കത്വ ഫണ്ട് തട്ടിപ്പ് ആരോപണം കളവാണ് എന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് എതിർകക്ഷികൾ നൽകിയ പരാതിയാണിത്. കുന്നമംഗലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുന്നമംഗലം പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയയാണ് ലഭിച്ചു. യൂത്ത് ലീഗിൽ നിന്ന് രാജിവെച്ച യൂസഫ് പടനിലമായിരുന്നു പരാതിക്കാരൻ. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നു. അസ്ലം, എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? ഏറെ വിവാദമായിരുന്നു കത്വ ഫണ്ട് കേസ്. കത്വയിൽ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് വേണ്ടി യൂത്ത് ലീഗ് ദേശീയ തലത്തിൽ തന്നെ ഫണ്ട് ഷെയർ നടത്തിയിരുന്നു. 2 കോടി രൂപ അത്തരത്തിൽ ശേഖരിച്ചു. അതിൽ 15 ലക്ഷം രൂപ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PK ഫിറോസും ദേശീയ നേതാവായ CK സുബൈറും ചേർന്ന് തട്ടിയെടുത്തു എന്നായിരുന്നു യൂത്ത് ലീഗിന്റെ തന്നെ ദേശീയ ഒരു വൈസ് പ്രസിഡന്റായിരുന്ന യൂസഫ് പടനിലം ഉന്നയിച്ച ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം പോലീസ് പരാതി നൽകി. കുന്നമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും ചെയ്തു. 2021 ഈ ആരോപണം വരുന്നത്. ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് കുന്നമംഗലം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ആരോപണം ഉന്നയിച്ചു പരാതി നൽകിയതിനപ്പുറത്തേക്ക് ഇതിന് ആസ്പദമായ ഒരു രേഖകളും ഹാജരാക്കാൻ യൂസഫ് പടനിലത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ ഒരു ആരോപണ വിധേയനെ അല്ലെങ്കിൽ പരാതി ഉന്നയിച്ച ആളുമായി ചോദ്യം ചെയ്യലെന്ന് മനസ്സിലായ കാര്യം ദേശീയ കമ്മിറ്റിയിൽ, യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളുടെയും തർക്കങ്ങൾക്കൊടുവിൽ ഈ എതിർകക്ഷികളായ 2 പേർക്കുള്ള രാഷ്ട്രീയ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അന്യായക്കാരന്റെ രാജിയിലേക്ക് വരെ എത്തിച്ചേർന്ന രാഷ്ട്രീയ വൈരാഗ്യത്താൽ എതിർ കക്ഷികൾക്കെതിരെ വെറുതെ ഒരു പരാതി കളവായി നൽകിയതാണെന്ന് വെളിവായിരിക്കുന്നതിനാൽ ഈ കേസ് കളവായ കേസുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട കോടതിയുടെ പക്കലുള്ള കേസുകളിൽ നിന്നും ഈ കേസ് കുറവ് ചെയ്യണമെന്ന്. അതായത് ഇത് ആരോപണം തന്നെ കളവാണ് എന്നൊരു വിലയിരുത്തലിലേക്കാണ് കുന്നമംഗലം പോലീസ് അന്വേഷണത്തിന് ശേഷം എത്തിച്ചേർന്നത്. ആ സമയത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് 2 കോടി രൂപ ശേഖരിച്ചതിൽ പൂർണ്ണമായും പണം കത്വയിലെ കുട്ടിക്ക് നൽകിയിട്ടില്ല. 15 ലക്ഷം രൂപ വകമാറ്റി ചെലവഴിച്ചു എന്നും പലതവണ നേരിട്ടും ബാങ്ക് വഴി പണം നൽകിയെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞെങ്കിലും അതിൽ തെറ്റാണെന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചതിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. PK ഫിറോസിനെതിരെയും CK സുബൈറിനെതിരെയും വലിയ രാഷ്ട്രീയ ആരോപണം ഉണ്ടായി. വലിയ തോതിൽ INL നേതാക്കൾ ഉൾപ്പെടെ വാർത്താ സമ്മേളനം ഈ വിഷയത്തിൽ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് INL ലേക്കാണ് ഈ യൂസഫ് പടനിലം ചേർന്നത്. അങ്ങനെ വിവാദമായ കേസിന്റെ അവസാനമാണ് ഇപ്പോൾ പോലീസ് നടത്തിയ അന്വേഷണം. 2011 മുതൽ തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ 2 വർഷം എടുത്ത അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴാണ് ഈ തട്ടിപ്പിന് ആധാരമായ ഒരു തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും രേഖകളോ മറ്റു കാര്യങ്ങളോ സമർപ്പിക്കാൻ പരാതിക്കാരനും കഴിഞ്ഞില്ല. തുടർന്നാണ് പരാതിക്കാരനെ വിശദമായ മൊഴിയെടുപ്പിലാണ് ഈ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നതും അതുകൊണ്ട് തന്നെ തെറ്റായ പരാതി, ഫോൾസ് കേസ് എന്ന രീതിയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുന്നമംഗലം CA, കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമ്മൾ പുറത്തുവിടുന്നതായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങളായ ഈ ഒരു കേസ് ഇപ്പോൾ കളവായ ഒരു ആരോപണം എന്ന രീതിയിലേക്ക് അവസാനിക്കുകയാണ്. ജെയിംസ്.